ഗായ്സ്, ഞാൻ ഇന്ന് തന്തൂരി ചിക്കന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ രണ്ടുപേര് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല, കാരണം മുറുക് ഒരു ഹിന്ദി ഉറുദു വേർഡാണ്, വിച്ച് മീൻസ് ചിക്കൻ. അപ്പൊ നല്ല സ്പൈസി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ റെസിപ്പി ഒരു വട്ടെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടം, അത്രയും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ വീഡിയോ സേവ് ചെയ്ത് വെച്ചോളി. അപ്പം നമുക്ക് തുടങ്ങല്ലേ വായോ. അപ്പോൾ ഇതിനാദ്യം ചിക്കൻ്റെ ലെഗ് പീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം, അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, നമുക്ക് ഏത് പീസ് വേണമെങ്കിലും എടുക്കാം. ഇനി ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി അതിലുള്ള വെള്ളമൊക്കെ ഊറ്റിക്കളയണം. ഇനി അതിലേക്ക് നാരങ്ങാനീരോ അല്ലെങ്കിൽ സുർക്കയോ ചേർക്കാം. ഇനി പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈര്, എരിവിന് ആവശ്യമായിട്ടുള്ള റെഡ് ചില്ലി സോസ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, ആവശ്യമായ ഉപ്പ്, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി എന്നിവയൊക്കെ ചേർത്ത് ചിക്കൻ നല്ലോണം മാരിനേറ്റ് ചെയ്ത് കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഓവർനൈറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും അളവ് സഹിതം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലുണ്ടാവും, വേണ്ടവരൊന്ന് ചെക്ക് ചെയ്യുക. അടുത്തതായി ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് എണ്ണ ചേർത്തതിന് ശേഷം ചിക്കൻ്റെ മേലുള്ള ഓവർ മസാലയൊക്കെ ഒഴിവാക്കി നമുക്കൊരു ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അധികം ക്രിസ്പി ആക്കാതെ വേണം ഫ്രൈ ആക്കി എടുക്കാൻ. ഇനി വേറൊരു പാത്രത്തിൽ ബട്ടർ ചൂടാക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ഇനി ചിക്കനും മസാലയും നല്ലോണം മിക്സ് ആക്കി ഇതിലേക്ക് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കസൂരി മേത്തി ചേർത്ത് വീണ്ടും മിക്സ് ആക്കാം. ഇനി വേണമെങ്കിൽ കുറച്ച് മൊസറല്ല ചീസും കൂടെ ചേർത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് 5 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ നമ്മുടെ തന്തൂരി മുറുക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ഗീ റൈസൊക്കെ ഇനി ഇത് വെറുതെ കഴിക്കാൻ പോലും നല്ല ടേസ്റ്റ് ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ഓൾ.